ഇടുക്കി ജില്ലയിലെ അനധികൃത ഭൂ ഇടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി രംഗത്ത്. വാഗമണ്ണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ലെന്നാണ് അതിജീവന പോരാട്ടവേദി കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്ന് പോരാട്ടവേദി ആരോപിക്കുന്നു. ചിന്നക്കനാലിൽ അടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് NOC നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. പീരുമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്നുമുണ്ട്. ഇത്തരം ഇടപാടുകൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗന അനുവാദം ഉണ്ടെന്നാണ് ആരോപണം. സാധാരണ പൗരന്റെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട വീടുകൾ, ഏലപ്പട്ടയ ഭൂമിയിലെ വീടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയുമല്ല, പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു. അതുപോലെ വാഗമൺ മേഖലയിലെ കള്ളപ്പട്ടയവുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇത്തരം നടപടികളെ മറയ്ക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി. ജില്ലയിലെ അനധികൃത ഭൂ ഇടപാടുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോയെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.